Hi all, magic morning. Magic morning. Okay. എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് ആക്റ്റീവ് ആയിട്ടിരിക്കുക. ഇന്ന് നിങ്ങൾക്കറിയാം, നോർമലി മൺഡേ ആണ് നമ്മുടെ ഫ്രീ സെഷൻ വെക്കാറ്, ലോ ഓഫ് അട്രാക്ഷൻ സെഷൻ വെക്കാറ്. ഈ ആഴ്ച മുതൽ നമ്മൾ വെനസ്ഡേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ ഒരു ബി മാജിക്കിന്റെ ഫൗണ്ടറും അതുപോലെ തന്നെ ടേബിൾ ടോപ്പ് ഫൗണ്ടർ ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ക്ലാരിറ്റി മെന്ററും കൂടെ ആയിട്ടുള്ള സേഫ് വാളപ്ലസ് സാറിന്റെ ലോ ഓഫ് അട്രാക്ഷൻ ടോപ്പിക്കാണ്. ഇതിൽ പുതുതായിട്ട് കുറച്ച് പേര് കാണുന്നുണ്ട്. നിങ്ങൾ ഒന്ന് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. പുതുതായിട്ടുള്ള ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സേഫ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സോ പ്ലീസ് വെൽക്കം. Thank you, Mufida. Thank you all. Very magic morning to all. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ ലൈഫിലുള്ള ഒരു 5 അനുഗ്രഹങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടൊന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ ലൈഫിലുള്ള 5 അനുഗ്രഹങ്ങൾ. ഓക്കെ, നമ്മളെപ്പോഴും സംസാരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ നമ്മൾ മറന്നു പോകുന്നതായിട്ടൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, 5 കാര്യങ്ങൾ എൻ്റെ ലൈഫിലുള്ള 5 പ്രധാനപ്പെട്ട ബ്ലെസ്സിങ്ങൾക്ക് നിങ്ങളതിന് പ്രപഞ്ച ശക്തിയോട് നന്ദി പറഞ്ഞിട്ട് 5 കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജസ്റ്റ് ടൈപ്പ് 5 കാര്യങ്ങൾ എഴുതുക. നിങ്ങളുടെ ലൈഫിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്ന 5 കാര്യങ്ങൾ. പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. കമന്റ് വരുന്നില്ല മീൻസ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ടൈപ്പ് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കുന്നില്ല. ബീന മാമിൻ്റെ ഒരു കമന്റ് വന്നിട്ടുണ്ട് അല്ലേ? ബ്രീത്ത് ഈസി. എന്താണ് ഈസി ആയിട്ട് ശ്വസിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നതാണ് ബീന മാം കമന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു നിമിഷത്തിലും നമ്മൾ ജീവിച്ചിരിക്കുന്നു, ഈസി ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബഷീർ സാർ കമന്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഹെൽത്ത്, അദ്ദേഹത്തിന്റെ സമ്പത്ത്, ബന്ധങ്ങൾ, ഡിസിഷൻ മേക്കിംഗ് കഴിവ്, തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രോബ്ലം സോൾവിങ് സ്കില്ല്. റോസ്ലി മാം പെർഫെക്റ്റ് ഹെൽത്ത്, റിലേഷൻഷിപ്പ്, ഫുഡ്, ഹൗസ്, അലൈവ്, നമ്മൾ ജീവിക്കുന്ന പിന്നെ വീട്, ശ്വസിക്കാൻ കഴിയുന്നത്, ആരോഗ്യം, ജോലി, കഴിവ്, ബന്ദ്. ഇന്നത്തെ ഒരു ദിവസം ലഭിച്ചതിനെന്ന് ചാക്കോ സാറ് കമന്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട്. എനിവേ, എൻ്റെ ഈ സെഷന് ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ജസ്റ്റ് ഫസ്റ്റ് ആയിട്ടാണ് ഈ സെഷൻ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, നേരത്തെ മുഫീദ് പറഞ്ഞതുപോലെ തന്നെ ന്യൂ എന്ന് കമന്റ് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ സെഷൻസ് കേൾക്കുന്നതെങ്കിൽ, ഫസ്റ്റ് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ന്യൂ എന്ന് കമന്റ് ചെയ്യാം. നമ്മൾ എല്ലാ ആഴ്ചയിലും നമ്മൾ സംസാരിക്കാറുള്ളത് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ചിട്ട് തന്നെയാണ്. ഓക്കെ, ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് ബേസിക്കലി ഒരു ഗിരീഷ് എന്ന് പറയുന്ന ഒരാൾ ന്യൂ ആണെന്ന് മനസ്സിലായി. ഗിരീഷ് സാറ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് ആദ്യമായിട്ട് കേൾക്കാണോ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസിക് കേട്ടിട്ടുണ്ടോ? അതേപോലെ ഷൺമുഖൻ, ഗിരീഷ്, ഇവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയൂ. ഒന്ന് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? ഓക്കെ, ഗിരീഷ് കുറച്ച് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഷൺമുഖൻ കുറച്ച് കേട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ബേസിക്കലി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ വാട്ട് യു തിങ്ക് യു വിൽ ബിക്കം എന്നുള്ളതാണ്.
അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നതാണ്. അതാണ് ബേസിക് ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ചിന്തകൾക്കനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ലൈഫിൽ നമുക്ക് ഓരോ കാര്യങ്ങളും അട്രാക്ട് ചെയ്തെടുക്കാനും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനൊക്കെ സാധിക്കുക എന്നതാണ്. നമ്മുടെ ലൈഫിൽ വിജയിച്ച ആളുകളെ കുറിച്ചിട്ട് നമ്മൾ ഏതൊരു വിജയിച്ച ആളുകളെ കുറിച്ചിട്ട് പഠിക്കുകയാണെങ്കിലും ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ട് ഏതൊരു പേഴ്സൺസിനെ നമുക്ക് എടുക്കാൻ പറ്റും. ഏതൊരു പേഴ്സണെ എടുക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുക, അവരും നമ്മൾ വിജയിച്ച ആളുകളും നമ്മൾ വിജയിച്ച ആളുകൾ തന്നെയായിരിക്കും, പക്ഷെ കുറച്ചും കൂടെ ഫേമസ് ആയിട്ട് വിജയിച്ച ആളുകളും നമ്മളും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവരും നമ്മളും തമ്മിലുള്ള ബോഡി ടൈപ്പ്, നമ്മളും അവരുടെയും തമ്മിലുള്ള ബോഡി, അല്ലെങ്കിൽ ഇപ്പം ഒരാൾ അമേരിക്കയിൽ ജനിച്ചു, അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യയിൽ ജനിച്ചു, ഒരാൾ സൗദി അറേബ്യയിൽ ജനിച്ചു, അല്ലെങ്കിൽ ലോകത്തിന്റെ വേറെ എവിടെയെങ്കിലും ജനിച്ചു, അയാളുടെ വെയിറ്റ്, ഹൈറ്റ്, ജാതി, നിറം, അയാൾ വളർന്ന സിറ്റുവേഷൻസ്, ഇതൊക്കെ മാത്രമാണോ അയാൾ വിജയിക്കാനുള്ള കാരണം? അല്ലെങ്കിൽ അയാളുടെ തോട്ടാണോ? അതായത് അയാളുടെ ഫിസിക്കലി ആയിട്ടുള്ള അപ്പിയറൻസ് ആണോ, അല്ലെങ്കിൽ ഫിസിക്കലി ആയിട്ടുള്ള കാര്യങ്ങളോ എൻവയോൺമെന്റ് ആണോ? അതുമല്ലെങ്കിൽ അയാളുടെ ചിന്തകളാണോ അയാളും നമ്മളും തമ്മിലുള്ള വിജയത്തിന്റെ മെയിൻ ഗ്യാപ്പ് നിർണ്ണയിക്കുന്നത്? ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഓക്കെ, അയാൾ തമ്മിലുള്ള പറഞ്ഞോളൂ. ചിന്തകളാണ് അയാളുടെ ചിന്തകളാണ് അല്ലേ? നമ്മൾ സ്കൂൾ കാലഘട്ടം മുതൽ പഠിക്കുമ്പോൾ മുതലേ നമ്മളോട് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമായിരിക്കും ബുദ്ധി. ബുദ്ധി എന്ന് പറയുന്നത് ചെറുപ്പം മുതൽ നമ്മൾ കേട്ടിട്ടുള്ള സാധനമാണ് ബുദ്ധി. നിങ്ങൾ ബുദ്ധിയുള്ള കുട്ടി, ബുദ്ധി ഇല്ലാത്ത കുട്ടി, പഠിക്കുന്ന കുട്ടി, പഠിക്കാത്ത കുട്ടി, സ്മാർട്ടായ കുട്ടി, സ്മാർട്ട് അല്ലാത്ത കുട്ടി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ബുദ്ധിയുടെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ മെഷർ ചെയ്യുന്ന ഒരു സംഭവമാണ് IQ എന്ന് പറയുന്നത്. ഈ ഐക്യുവിന്റെ അപ്പുറത്തേക്ക് ഒരാളുടെ ലൈഫിൽ സക്സസ് ആവാനും വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഒപ്പീനിയനിൽ, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരാളുടെ വിശ്വാസം എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഒരാളുടെ വിശ്വാസം എന്താണ്? ബുദ്ധി വേണം. അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഒരു വ്യക്തി അയാളിലും ഈ യൂണിവേഴ്സിലും വിശ്വസിക്കുമ്പോഴാണ് അയാളുടെ ലൈഫിലേക്ക് അയാൾക്ക് എന്തുണ്ടാക്കാൻ പറ്റുക, നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഏതൊരു കാര്യം നിങ്ങൾ എടുത്തു നോക്കുക, സെൽഫ് ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കതൊന്നും നേടിയെടുക്കാം. അതിന് ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ എണീറ്റ് ഈ ക്ലാസ്സിന് വന്നിരിക്കുന്നതാണ്. ഒരു സമയത്ത് രാവിലെ 5 മണിക്ക് എണീക്കുക എന്ന് പറയുന്നത് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്ര പോസിബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല, പ്രത്യേകിച്ച് ആണുങ്ങളുടെയൊക്കെ കാര്യത്തിൽ. പിന്നീട് നിങ്ങൾക്ക് അതൊരു ഈസി മെത്തേഡായിട്ട് ഫീൽ ചെയ്തത് എപ്പോഴാണോ നിങ്ങൾ വിശ്വസിച്ചു തുടങ്ങിയത് നിങ്ങൾക്ക് രാവിലെ എണീക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ മുതൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് എണീക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, എന്തൊരു കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ബിലീഫ് സിസ്റ്റം ആണ്. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷനും സംസാരിക്കുന്ന സെയിം തോട്ട്സ് ആണ്. നമ്മുടെ ചിന്തകൾക്ക് ലോ ഓഫ് അട്രാക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് ലോ ഓഫ് വൈബ്രേഷന്, അതേപോലെ തന്നെ ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ ചിന്തകൾക്ക് സമാനമായിട്ടുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ചിന്തകൾ, അല്ലെങ്കിൽ വ്യക്തികൾ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നുള്ളതാണ്. നമ്മളെ ഇമോഷൻസിനും നമ്മളെ ഫീലിങ്സിനും അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഇമോഷൻസും ഫീലിങ്സും വരുന്ന സമയത്താണ് നമ്മൾ ലോ ഓഫ് വൈബ്രേഷൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ ഓരോ ചിന്തകൾക്കും, ഓരോ ഇമോഷൻസിനും, ഓരോ ഫീലിങ്സിനും ഒക്കെ ഓരോ വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഏറ്റവും ഒരു സിമ്പിൾ സാധനമാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക് ഒക്കെ എന്ന് പറയുന്നത്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത്, ഇൻസ്റ്റയിലെ ഫേസ്ബുക്കിലൊക്കെ റീല് കാണുന്ന ആളുകൾ
ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. റീല് കാണുന്ന ആളുകൾ, റീല് കാണാത്ത ആളുകൾ ആര് ചോദിക്കുന്നതായിരിക്കും ബെറ്റർ, എന്നാലും ചോദിക്കുകയാണ്. റീല് കാണുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, ഐ എന്ന് കമന്റ് ചെയ്യുക. ഗിരി സാർ കാണാറുണ്ട്, ഓക്കെ. ബഷീർ സാർ എപ്പോഴെങ്കിലും കാണാറുണ്ട്, ഇബ്രാഹിം സാർ കാണാറുണ്ട്, ഉണ്ണികൃഷ്ണൻ സാർ കാണാറുണ്ട്, ദിവ്യ മാം, ചാക്കോ സാർ കാണാറുണ്ട്, ഷൈനി മാം കാണാറുണ്ട്, ഓക്കെ. ഷൈനി മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഹലോ സാർ. സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഫ്രീ ആണല്ലോ അല്ലേ? സംസാരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണോ? അതെ അതെ, പറയണം സാർ. താങ്ക് യു. ഷൈനി മാം, ഇപ്പം റീല് കാണുന്ന സമയത്തിലേക്ക് ഒന്ന് പിന്നെ ഉള്ള നമ്മളുടെ തോട്ടുകൾ അല്ലെങ്കിൽ അതിന്റെ വൈബ്രേഷൻസ് എങ്ങനെയാണെന്നുള്ള എല്ലാവർക്കും കൂടെ വേണ്ടി പഠിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്, ഓക്കെ. നിങ്ങളിപ്പോൾ റീല് കാണുമ്പോൾ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു റീല് കാണുന്ന ഒരു സമയം എടുക്കുക, ഓക്കെ. നിങ്ങൾക്കൊരു ചാർജ് തരുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറെ ആളുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, ഓക്കെ. ആ സബ്സ്ക്രൈബ് ചെയ്തവർ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നവരിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറെ റീലുകൾ നിങ്ങൾ കാണാറുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ സന്തോഷിക്കാനുള്ള കോമഡി സംബന്ധമായിട്ടുള്ള റീലുകൾ കാണാറുണ്ടാവും, റൊമാൻറ്റിക് ആയിട്ടുള്ള റീലുകൾ കാണാറുണ്ടാവും. അതേപോലെ തന്നെ സങ്കടം വരുന്ന രീതിയിലുള്ള സെന്റ് അടിക്കുന്ന രീതിയിലുള്ള റീലുകളോ അല്ലെങ്കിൽ പോസ്റ്റുകളൊക്കെ നമ്മൾ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലൊക്കെ നോർമലി കാണാറുണ്ടാവും, അല്ലേ? അതായത് ഒന്നെന്താണ് നമ്മൾ മോട്ടിവേഷൻ തരുന്ന റീല്, ഒന്ന് നമുക്കൊരു ഹാപ്പിനെസ് തരുന്ന റീല്, അതേപോലെ തന്നെ ഒന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്ന, അതായത് നമ്മൾ ഈ കോമഡി ഒക്കെ എന്റർടൈൻ ചെയ്യുന്ന റീല്, അതേപോലെ നമ്മളെ സങ്കടപ്പെടുത്തുന്ന റീല്. 4 ടൈപ്പ് ഓഫ് റീലുകൾ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ കണ്ടിട്ടുണ്ടാവും, ശരിയല്ലേ? അതെ. ഇതിൽ നിങ്ങൾ ഒരു റീല് മാറ്റുമ്പം ഈ 4ലും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇമോഷൻസ് ഒരേപോലെയാണോ അതോ ഡിഫറെന്റ് ആണോ? അത് ഡിഫറെന്റ് ആണ് സാർ. അല്ലെ? സങ്കടം വരുന്ന റീൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇമോഷൻസ് എന്തായിരിക്കും? അത് സങ്കടമായിരിക്കും. സങ്കടമായിരിക്കില്ലേ? അതിന് 30 സെക്കൻഡ് ഇങ്ങനെ സങ്കടപ്പെട്ട റീല് കണ്ട് നമ്മൾ ആ അടുത്ത 30 സെക്കൻഡോ 45 സെക്കൻഡോ കഴിഞ്ഞതിന് ശേഷം ആ റീല് മാറ്റിയിട്ട് നമ്മൾ സന്തോഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താവും? അടുത്ത സന്തോഷകരമായിട്ടുള്ള ആ സന്തോഷത്തിന്റെ ഒരു പിന്നെ തോട്ടിലേക്ക് അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മളെ ബോഡി റിയാക്ട് ചെയ്ത് തുടങ്ങും, അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ മോട്ടിവേഷൻസിലേക്ക് പോകുമ്പോൾ മോട്ടിവേഷൻസ് നമ്മൾ റിയാക്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ താങ്ക് യു ഷൈനി മാം. ഇത് എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങളുടെയൊക്കെ ലൈഫിൽ നിങ്ങൾ റീൽസുകൾ കാണുമ്പോൾ ഇങ്ങനെ തന്നെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് എസ് എന്ന് കമന്റ് ചെയ്യുക, സെയിം എന്ന് കമന്റ് ചെയ്യുക. ഏകദേശം നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു സിനിമ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സീരിയൽ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വീഡിയോസ് കാണുന്ന സമയത്ത് അത് വീഡിയോസ് ആണ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുമെങ്കിലും അതിന്റെ ഇമോഷൻസിനനുസരിച്ച് നല്ല സങ്കടമുള്ള ഒരു സിനിമ, ഞാനിപ്പോൾ നല്ല സങ്കടമുള്ള സിനിമ ഒന്നും കാണാറില്ല, എന്നാലും ഇപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആടുജീവിതം. ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ 2 മണിക്കൂർ നിങ്ങൾ കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോൾ അത് സിനിമയാണ്, അതിലുള്ള ആളുകൾ അഭിനയിക്കുകയാണ് എന്നൊക്കെ അറിയാമെങ്കിലും നിങ്ങളുടെ ബോഡി വരെ അതിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ടാവും. നമ്മുടെ മൈൻഡ് മാത്രമല്ല, അറിയാതെ നമ്മുടെ ബോഡിയുടെ ബാക്കിയുള്ള ഭാവങ്ങളൊക്കെ അതിലേക്ക് കണക്ട് ആയിട്ടുണ്ടാവും. പൃഥ്വിരാജിന്റെ ആ ഒരു സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ആടുജീവിതത്തിലെ നജീബ് ഖാന്റെ ആ ഒരു സ്റ്റോറി നമ്മൾ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് കാണുന്ന സമയത്ത് നമ്മളും അതിനനുസരിച്ചിട്ട് ഇമോഷണലി കണക്ട് ആയിട്ടുണ്ടാവും. ഇതിനെയാണ് ശരിക്ക് വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിൽ വൈബ്രേഷൻ എന്ന് പറയും. ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ചിന്തകൾക്കും ഒരു എനർജി ആണ്. നമ്മുടെ ഓരോ ചിന്തകളും എനർജിയാണ്. ആ എനർജികൾക്കൊക്കെ ഒരു ഹെഡിസ് ഉണ്ട്. ഹെഡിസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി ഇപ്പം നമ്മളിപ്പോൾ FM എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആയിരിക്കും, അല്ലെ? 91.4 അല്ലെങ്കിൽ 92.5 എന്നൊക്കെ പറയുന്ന ഏതോ ഒരു ഫ്രീക്വൻസിയിലേക്ക് കണക്റ്റഡ് ആക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു FM നിങ്ങളുടെ മൊബൈലിലേക്ക് കിട്ടുക. അല്ലെങ്കിൽ നിങ്ങളുടെ സിമ്മ്, നിങ്ങളുടെ മൊബൈലിൽ ഇപ്പോൾ VIയുടെ സിമ്മ് അല്ലെങ്കിൽ അതേപോലെ തന്നെ BSNL സിമ്മ്, ജിയോയുടെ സിമ്മൊക്കെ ഉണ്ടാവും. ജിയോയുടെ സിം ഇട്ട് കഴിഞ്ഞാൽ ജിയോയുടെ റേഞ്ചാണ് കിട്ടുക, നമുക്ക് ഒരിക്കലും BSNL റേഞ്ച് കിട്ടില്ല, അല്ലെങ്കിൽ VIന്റെ റേഞ്ച് കിട്ടില്ല. VIന്റെ സിം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ജിയോന്റെ റേഞ്ച് കിട്ടില്ല. കാരണം എന്താ? അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി കണക്റ്റഡ് ആവുമ്പോഴാണ് നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നത്. എന്നതുപോലെ നിങ്ങളുടെ ചിന്തകളുടെ, നിങ്ങളുടെ വൈബ്രേഷൻസ് കണക്റ്റഡ് ആവുമ്പോഴാണ് എന്ത് ചെയ്യുക? ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുന്നത്. അവിടെയാണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഏറ്റവും പവർ എന്ന് പറയുന്നത്. എന്താ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആരാ പറയാം, എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ എന്താണ്? നന്ദി പറയുക. എന്താണ് സംഭവം? എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? നന്ദി പറയുന്നത് എന്താണ്? അതിന്റെ ഒരു ഡെഫിനേഷൻ പറയണേ, നമുക്ക് എന്താ പറയാൻ പറ്റുക? നമുക്ക് ലഭിച്ചതിനെ കുറിച്ച് പ്രപഞ്ചത്തോടും ദൈവത്തോടും നന്ദി പറയാ. യെസ്, വെരി ഗുഡ്.
അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് സങ്കടം ഉണ്ടാവുന്ന കാര്യങ്ങൾ, നമുക്ക് സങ്കടം ഉണ്ടാവുന്ന, നേരത്തെ ഇമോഷൻസ് പറഞ്ഞ പോലെ നമുക്ക് സങ്കടം ഉണ്ടാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങളിലെ, അല്ലെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ നല്ലതായിരിക്കോ ചീത്തയായിരിക്കും. നമ്മളിപ്പോൾ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്, അപ്പൊ നമ്മളെ വൈബ്രേഷൻ ഗുഡ് ആണോ ബാഡ് ആണോ? ഗുഡ് എന്നുള്ളവർക്ക് ജി എന്ന് കമന്റ് ചെയ്യാം, ബാഡ് എന്നുള്ളവർക്ക് ബി എന്ന് കമന്റ് ചെയ്യാം. നമ്മളങ്ങനെ സങ്കടപ്പെട്ട് ടെൻഷനൊക്കെ അടിച്ചിരിക്കുകയാണ്, നമ്മുടെ വൈബ്രേഷൻ ഗുഡ് ആണോ ബാഡ് ആണോ? ഗിരീഷ് സാർ പറഞ്ഞിട്ട് ബാഡ് ആണ്. ഓക്കെ, ഷൈമിന മാം ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ അപ്പത്തെ വൈബ്രേഷൻ എന്ന് പറയുന്നത് ബാഡ് ആണെന്നുള്ളത്, അല്ലെ? അതിനെ മാറ്റാൻ, അല്ലെങ്കിൽ നമ്മൾ പറയും മൂഡ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന സംഭവം, എനിക്ക് ഇന്നൊരു മൂഡ് കിട്ടുന്നില്ല, ഇന്നൊരു ഉഷാർ കിട്ടുന്നില്ല, ഇന്നെന്തോ ഞാൻ ഡൗൺ ആണ്, ഇന്ന് എനിക്കൊരു എനർജി കിട്ടുന്നില്ല. ഇങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ പ്രൊഫഷനൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺസ്, ഇതിനൊക്കെ ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ ഒറ്റമൂലിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രാറ്റിറ്റ്യൂഡ് നമുക്കൊരു ഫീലിംഗ് ആണ്. ആ ഫീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്രിഷിയേഷനോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക്, നമ്മുടെ ലൈഫിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ അപ്രിഷിയേഷൻ ഉണ്ടാകുന്ന ഒരു ഫീലിങ്ങിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയാം. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയാം. എന്താണ് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുള്ള സയന്റിഫിക് ബെനിഫിറ്റ്സ് എന്നുള്ളതാണ്. ഇതിനെ കുറിച്ചിട്ട് സൈക്കോളജി അല്ലെങ്കിൽ ഇതിന്റെ റിസർച്ചുകൾ പറയുന്ന കുറച്ച് സയന്റിഫിക് ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ എപ്പോഴും ഞാൻ എല്ലാ ക്ലാസ്സിലും ചിലപ്പോൾ പറയുന്നതായിരിക്കും, നിങ്ങൾ ചുമ്മാ ആലോചിച്ച് നോക്കുക, ഒരു റേഷ്യോ നമ്മൾ ഇടുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ 50% അനുഗ്രഹങ്ങളാണ്, 50% എന്താണ്, ബുദ്ധിമുട്ടുകളാണ്. എൻ്റെ ലൈഫിൽ അങ്ങനെയാണെന്നല്ല, ഞാൻ റേഷ്യോ പറയാം. ഇങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എത്ര പെർസെൻറ്റേജ് അനുഗ്രഹം ഉണ്ട്, എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട് ലൈഫിൽ? ഓക്കെ, ഒരു റേഷ്യോ പറയുകയാണ്, എൻ്റെ ലൈഫിൽ 20% അനുഗ്രഹം, 80% എന്താണ്, ബുദ്ധിമുട്ടുകളാണ്. അല്ലെങ്കിൽ 80% അനുഗ്രഹം, 20% ബുദ്ധിമുട്ടുകളാണ്. അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ 95% അനുഗ്രഹവും 5% ബുദ്ധിമുട്ടാണ്. എന്താണ് നിങ്ങളുടെ റേഷ്യോ? നിങ്ങളുടെ ഒപ്പീനിയനിൽ ഒന്ന് കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ലൈഫിൽ എത്രമാത്രം നിങ്ങൾക്ക് അനുഗ്രഹങ്ങളുണ്ട്, എത്രമാത്രം നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം നിങ്ങളുടെ ഒപ്പീനിയനിൽ ഒരു റേഷ്യോ. ആരും കമന്റ് ചെയ്യുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് തെറ്റ് ചെയ്തിട്ടാണോ? ഇല്ല. അപ്പൊ മണിസാർ പറയുന്നുണ്ട് 90, അല്ലെ, 90% അനുഗ്രഹം, ഒരു 10% പ്രശ്നമാണുള്ളത്. ഷൈനി മാം പറഞ്ഞിട്ട് 60% അനുഗ്രഹം, 40% ആണല്ലേ. വിൻസെന്റ് ആർ 80%, 80%. ബഷീർ സാർ വെരി ഗുഡ്, 100%. സിന്ധു മാം 80%, അല്ലെ. റോസ്ലിൻ മാം 90%, ഷൈമിന മാം 80%. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ ലൈഫിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ എഴുതാൻ പറയാണ്. നിങ്ങളുടെ ലൈഫിൽ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എഴുതാൻ പറയാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, കറക്റ്റ് ചിന്തിച്ചിട്ട് വേണം ആൻസർ പറയാം. അപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ ആൻസർ ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ. ഇത് ആരും തെറ്റും ആരും ശരിയൊന്നുമില്ല. ഓക്കെ, അതിലേക്കും വരാം, ആരും തെറ്റും ആരും ശരിയൊന്നുമില്ല. നിങ്ങളുടെ ലൈഫിൽ എത്ര പ്രശ്നങ്ങൾ ഉണ്ടാവും, ഞാൻ നിങ്ങളോട് പറയാൻ, ഒരു പേനയും പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ പ്രശ്നങ്ങളും നോട്ട് ചെയ്യാൻ പറയണം. എല്ലാ പ്രശ്നങ്ങളും നോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എത്ര പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയാൽ കമന്റ് ചെയ്തേ. എൻ്റെ ലൈഫിൽ എല്ലാ പ്രശ്നങ്ങളും ഞാൻ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1,00,000 പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 10,000 പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 50,000 പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 1000 പ്രശ്നങ്ങൾ ഉണ്ടാവും. എത്ര പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, എൻ്റെ ലൈഫിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പൈസ ഇല്ല. ഓക്കെ, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ, എനിക്ക് കട ഉണ്ട്, ഇങ്ങനെ കുറച്ച് നിങ്ങൾക്ക് എഴുതാനുണ്ടാവും, അല്ലേ? ഇപ്പൊ ഗിരീഷ് സാർ കമന്റ് ചെയ്തത് 6 പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന്റെ ലൈഫിലുള്ളത്. ഓക്കെ, ബാക്കിയുള്ള ആളുകൾ വരട്ടെ. നിങ്ങൾ തന്നെ ആൻസർ ചെയ്യണേ, നിങ്ങൾ ആൻസർ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് ചിന്തിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. നമ്മളെ ബ്രെയിൻ എപ്പോഴും വർക്ക് ചെയ്യാതെ, ഞാനിങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇങ്ങനെ ഡെലിവർ ചെയ്യാതെ നിങ്ങൾ അതൊരു FM കേൾക്കുന്ന പോലെ അങ്ങനെ കേട്ടു പോകും. ഓക്കെ, നമ്മളെ ബ്രെയിൻ എപ്പോഴും വർക്ക് ചെയ്യുക, നമ്മളൊരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നമ്മളെ ബ്രെയിൻ ചിന്തിച്ചു തുടങ്ങുന്നുള്ളൂ, കുറച്ചും കൂടി നല്ല രീതിയിൽ ഷാർപ്പായിട്ട് ചിന്തിക്കും. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്യുക, എൻ്റെ ലൈഫിൽ, നിങ്ങളുടെ ലൈഫിൽ എത്ര പ്രശ്നങ്ങളുണ്ട്? ബഷീർ സാർ പറയാണ് കമ്പയറിങ് അതേഴ്സ് നീഡ്, ഒന്നുമില്ല. സിന്ധു മാം പറയാണ് 15 പ്രശ്നങ്ങളാണുള്ളത്, 15 പ്രശ്നങ്ങളാണുള്ളത്. 4 പ്രശ്നങ്ങളാണ് ഷൈനി മാമിന്റെ ലൈഫിലുള്ളത്. ഓക്കെ, അടുത്ത ആള്.
വിൻസെന്റ് സാറിന്റെ ലൈഫിൽ 5 പ്രശ്നങ്ങളാണുള്ളത്. ഇനി നിങ്ങൾ ഈ 4ഉം 5ഒക്കെ വിട്ടോളൂ അല്ലേ? മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 500 പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. മാക്സിമം നമ്മളെല്ലാം കൂടെ എഴുതുകയാണെങ്കിൽ ചിലപ്പം ഒരു 500 പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക. എന്നാൽ നമ്മുടെ ലൈഫിലുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിലോ, എത്ര അനുഗ്രഹങ്ങൾ ഉണ്ടാവും? നമ്മുടെ ലൈഫിലുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര അനുഗ്രഹങ്ങൾ ഉണ്ടാവും? ജസ്റ്റ് ഇമാജിൻ ദാറ്റ്. ബഷീർ സാർ പറഞ്ഞതുപോലെ മില്യൺസ് അല്ലേ? ലക്ഷങ്ങൾ നമ്മളുടെ ലൈഫിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. ആ ലക്ഷങ്ങളെ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന അതിന്റെ 0.5% അല്ലെങ്കിൽ 5% അനുഗ്രഹങ്ങൾ പ്രശ്നങ്ങൾ മാക്സിമം കൂട്ടിക്കോളും. 95% നിങ്ങൾക്ക് അല്ലെങ്കിൽ 98% നിങ്ങൾക്കും എനിക്കും അനുഗ്രഹമാണ് ഈ ലൈഫിലുള്ളത്. അത്രയും നമ്മൾ ബ്ലെസ്സിങ് ആണ്. നമ്മളിപ്പോ സങ്കടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ ഉള്ളതിൽ ഹാപ്പി അല്ലാത്ത എല്ലാ കാര്യങ്ങളും മറ്റാരുടെയൊക്കെ സ്വപ്നമാണ്. എന്നെ പോലെ സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ എന്നെ പോലെ എന്നല്ല, നിങ്ങളെ പോലെ എനിക്ക് സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, കാണാൻ സാധിച്ചിരുന്നെങ്കിൽ, നടക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, അതുപോലെ ഒരു വീടുണ്ടായിരുന്നെങ്കിൽ, അതുപോലെ ഡ്രസ്സ് ധരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, അതുപോലെ ഒരു മോൻ ഉണ്ടായിരുന്നെങ്കിൽ, അതുപോലെ ഒരു മോൾ ഉണ്ടായിരുന്നെങ്കിൽ, അതുപോലെ ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ, അതുപോലെ പാരൻസ് എനിക്കുണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി അല്ലാത്ത എല്ലാ കാര്യങ്ങളും മറ്റാരുടെയൊക്കെയോ സ്വപ്നമാണ്. ഒന്നും വേണ്ട, ലോകത്തില് നിങ്ങൾക്ക് 3 സമയം ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ടോ? 3 സമയം ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ ഒരു വീടുണ്ടോ? യുദ്ധവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിലെ വളരെ കുറഞ്ഞ സന്തോഷവാന്മാരായിട്ടുള്ള 30% ആളുകളിൽ ഞാനും നിങ്ങളും പെട്ടു. 3 നേരം നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ ലോകത്തിലെ ഏറ്റവും ബ്ലെസ്സിങ് ഉള്ള ജനതയിൽപ്പെട്ട ആളുകളാണ് നമ്മൾ. ഇന്നും നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലടക്കം പട്ടിണി മരണങ്ങളുണ്ട്. വേറെ രാജ്യങ്ങളൊന്നും പോണ്ട, നിങ്ങൾ വേറെ ഒരു രാജ്യത്തിലേക്കൊന്നും പോണ്ട, ഇന്ത്യയിലുണ്ട്. പോഷകാഹാരത്തിന്റെ കുറവ് ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മളുടെ അനുഗ്രഹങ്ങളെ മറക്കാണ് നമ്മൾ. ആ അനുഗ്രഹങ്ങളെ മറന്നിട്ട് നമ്മളുടെ പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിലേക്ക് എന്താണ് അട്രാക്ട് ചെയ്യപ്പെടുക? നിങ്ങളുടെ ലൈഫിൽ മോർ ബ്ലെസ്സിങ്സ് ഉണ്ടാവോ അല്ലെങ്കിൽ മോർ പ്രോബ്ലംസ് ഉണ്ടാവോ? നമ്മളൊരു ദിവസം രാവിലെ എണീറ്റിട്ട് ആലോചിക്കുന്നത് എന്താ? ഇത്രയും അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ട് ഈ അനുഗ്രഹങ്ങളൊക്കെ മറന്നിട്ട് നമ്മളുടെ ചെറിയ 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 പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് അതിലേക്ക് മാത്രം നമ്മുടെ ചിന്തകൾ പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് എങ്ങനെ രാവിലെ 5 മണിക്ക് 6 മണിക്ക് എണീറ്റിട്ട് പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന അല്ലെങ്കിൽ പ്രോബ്ലങ്ങളെ കുറിച്ച് ലൈഫിൽ ഉണ്ടാകുന്ന സ്ട്രഗ്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് നല്ല കാര്യങ്ങൾ അട്രാക്ട് ചെയ്ത് വരിക. അങ്ങനെ കറക്റ്റായിട്ട് ആ വൈബ്രേഷൻ എന്തായിരിക്കും? ആ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളുടെ ഫീലിങ്സുകളുടെ പിന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ഫീലിങ്സിനനുസരിച്ച് ആ ഫീലിങ്സ് എത്രമാത്രം നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ, എത്രമാത്രം നിങ്ങൾ ഇമോഷണലി കണക്റ്റഡ് ആവുന്നോ, അത്രയും നിങ്ങളുടെ ലൈഫിലേക്ക് പ്രശ്നങ്ങളാണ് വരിക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യാനുള്ള സംഭവം എണീക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ 5 കാര്യങ്ങൾക്ക് മിനിമം ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എണീക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റണം, താങ്ക് യു ഗോഡ്, അരിഗാത്തോ, അൽഹംദുലില്ലാ, ദൈവമേ നന്ദി, യൂണിവേഴ്സ് നന്ദി. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ പറയാം, എനിക്കിന്ന് എണീക്കാൻ സാധിച്ചു. ചെറിയൊരു എക്സാമ്പിൾ ആണ്, എനിക്കിന്ന് എണീക്കാൻ സാധിച്ചു. അതന്നെ എത്ര പേരുടെ സ്വപ്നമായിരിക്കും. നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഒരു മെസ്സേജ് പോവാണ്, സേഫ്, നീ ഉണർന്നിട്ടുണ്ട്, എണീക്ക് എന്ന് പറയുമ്പം ഒരാളുടെ സഹായവും കൂടാതെ ഞാൻ ആഗ്രഹിച്ച ആ നിമിഷത്തിൽ എനിക്ക് എണീക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ഒരു ദിവസം കൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ലോകത്തിൽ ഇന്നലെ രാത്രി കടന്ന 2 ലക്ഷം ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അതൊന്നുമില്ലാതെ എണീറ്റൊരു വ്യക്തിയാണ്. അതിലേറെ വലിയ അനുഗ്രഹം എന്താണുള്ളത്? എനിക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഒന്ന് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് എന്ന് പറയുന്ന സമയത്ത് ഈസി ആയിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്നോടുകൂടെ കിടക്കുന്നതിന് എനിക്ക് പാർട്ണർ ഉണ്ടായിരുന്നു. എണീറ്റ് നോക്കുമ്പോൾ എൻ്റെ മക്കൾ അവിടെ കാണാനുണ്ട്. എനിക്ക് കിടക്കുന്നതിന് ബെഡ് ഉണ്ടായിരുന്നു, ഒരു വീടുണ്ടായിരുന്നു അല്ലേ? ഇനി എനിക്ക് ഓഫീസിലേക്ക് പോകാൻ എനിക്ക് ഓഫീസുകളുണ്ട്, എൻ്റെ കൂടെ ടീം മെമ്പേഴ്സ് ഉണ്ട്, ഇതേപോലെ കമ്മ്യൂണിറ്റികളുണ്ട്. എത്ര
കൗണ്ട്ലെസ് ആണത് അല്ലെ? കൗണ്ട്ലെസ് ആണ് നമ്മൾ അനുഗ്രഹങ്ങൾ തന്നെയാണെങ്കിൽ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങൾ മുതൽ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ കണിശമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു പ്രാക്ടീസാണ്. എണീക്കുന്ന സമയത്ത് ഒരു 5 തിങ്സ്, 5 കാര്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? അനുഗ്രഹങ്ങൾ പറയാനുള്ളത്. 2, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സംഭവമായിരിക്കും, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ഒക്കെ പറയാറുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോണിനെ കുറിച്ചിട്ടൊക്കെ സീക്രട്ട് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ നിങ്ങൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അലാം സെറ്റ് ചെയ്യുക. സെറ്റ് അലാം ഒരു 5 തവണ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മൊബൈലിൽ ഒരു അലാം സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ മിനിമം ഒരു 1 ടൈമെങ്കിലും നിങ്ങൾ അലാം സെറ്റ് ചെയ്യുക. ആ അലാം സെറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഗ്രാറ്റിറ്റ്യൂഡ് അലാം. ആ അലാം അടിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ലൈഫിലെ കുറച്ച് അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയുക. എന്തിനാണ് നമ്മൾ ഡെലിബറേറ്റ്ലി ഇങ്ങനെ ചെയ്യേണ്ട കാര്യം? എന്തിനാണ് ഡെലിബറേറ്റ്ലി ഇങ്ങനെ ചെയ്യുന്നത്? മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ ഇറങ്ങി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബിസി ആവുന്ന സമയത്ത് നമ്മളുടെ ആ ചിന്തകൾക്ക് അനുസരിച്ചിട്ടുള്ള വൈബ്രേഷൻ ആയിരിക്കും യൂണിവേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളൊന്ന് റീഫ്രഷ് ചെയ്യാണ്, നമ്മുടെ തോട്ടിലൊന്ന് റീഫ്രഷ് ചെയ്യാണ്. നമ്മൾ അലാം അടിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചിന്തിക്കുന്നത്? കുറച്ചു നേരം ഒന്ന് സൈലന്റ് ആയിട്ട് നിന്നിട്ട് ലൈഫിലെ കുറച്ച് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുമ്പം അതുവരെയുള്ള നിങ്ങളുടെ ചുറ്റുപാടുകൾ, നിങ്ങളുടെ അതുവരെ നിങ്ങൾ മൂഡ്സിലേക്ക് മാറ്റിയിട്ട് നിങ്ങളുടെ ബോഡി അതിനനുസരിച്ച് റിയാക്ട് ആവും. അപ്പൊ നിങ്ങൾ ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കുക, നിങ്ങളുടെ ലൈഫിൽ എല്ലാവരും ഒന്ന് കണ്ണടക്കുക. ക്ലോസ് യുവർ ഐസ്, ക്ലോസ് യുവർ ഐസ്. എല്ലാവരും കണ്ണടക്കുക. എന്നിട്ട് ഒരു 3 തവണ ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യും. ഓരോ തവണ ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ പറയേണ്ടത്, എനിക്കിങ്ങനെ ഈസി ആയിട്ട് ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതിന് നന്ദി, അൽഹംദുലില്ലാ, അല്ലെങ്കിൽ താങ്ക് യു ഫോർ, എന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? അങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം? സന്തോഷത്തോടു കൂടെ ചിരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു 5 തവണ ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ പറയാം, എനിക്ക് ഇത്രയും നല്ലൊരു ഫാമിലി ലഭിച്ചതിന് നന്ദി, താങ്ക് യു യൂണിവേഴ്സ്. എനിക്ക് ഇത്രയും നല്ല സുഹൃത്തുക്കളെ ലഭിച്ചതിന് നന്ദി. എനിക്ക് ഈ ലോകത്തിന്റെ സൗന്ദര്യം കാണാനുള്ള കാഴ്ച ശക്തി ലഭിച്ചതിന് നന്ദി. നല്ല സംഗീതങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവരുടെ ശബ്ദങ്ങളൊക്കെ എനിക്ക് കേൾക്കാൻ സാധിച്ചതിന് നന്ദി. എനിക്കെൻ്റെ ഈ ഇഷ്ടപ്പെട്ട സുഗന്ധങ്ങൾ, ഇഷ്ടപ്പെട്ട പെർഫ്യൂമുകൾ, എനിക്ക് സ്മെല്ലുകൾ, എനിക്ക് ഇഷ്ടപ്പെട്ട സ്മെല്ലുകളൊക്കെ ആസ്വദിക്കാൻ സാധിച്ചതിന് നന്ദി. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഭൂമിയിൽ എനിക്ക് ജീവിക്കാൻ സാധിച്ചതിന് നന്ദി. ഞാൻ ഇതുവരെ കഴിച്ച എല്ലാ ഭക്ഷണങ്ങൾക്കും അതിൻ്റെ ടേസ്റ്റുകൾ എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചതിന് നന്ദി. എൻ്റെ സംസാരിക്കാനുള്ള കഴിവിന് നന്ദി. എനിക്ക് പുഞ്ചിരിക്കാൻ സാധിക്കുന്നതിന് നന്ദി. എനിക്ക് രാവിലെ ചായ കുടിക്കാൻ സാധിച്ചതിന് നന്ദി. ഞാൻ ആഗ്രഹിച്ച പുസ്തകങ്ങൾ എനിക്ക് വായിക്കാൻ സാധിച്ചതിന് നന്ദി. എൻ്റെ അമ്മയുടെ സ്നേഹം എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചതിന് നന്ദി. ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നന്ദി പറയാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. എനിക്ക് കുളിക്കാൻ സാധിച്ചതിന്, എനിക്ക് കുടിക്കാനുള്ള വെള്ളം ലഭിച്ചതിന്, എനിക്ക് ഭക്ഷണം ലഭിച്ചതിന്, എനിക്ക് ശ്വസിക്കാൻ സാധിക്കുന്നതിന്, നടക്കാൻ സാധിക്കുന്നതിന്, ഇരിക്കാൻ സാധിക്കുന്നതിന്, കിടക്കാൻ സാധിക്കുന്നതിന്, എനിക്ക് വായിക്കാൻ സാധിക്കുന്നത്, എനിക്ക് ടെക്നോളജി യൂസ് ചെയ്യാൻ സാധിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നന്ദി പറയാനുണ്ട്. ഇപ്പോ ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങളൊരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ സന്തോഷത്തോട് കൂടിയിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്? അതേപോലെ തന്നെ ഇന്നലെ എന്നൊരു ദിവസത്തിലേക്കും നിങ്ങൾ പോയി വെക്കുക. ഇന്നലെ എന്ന് പറഞ്ഞ ദിവസത്തിലേക്ക് ഇന്നലെ നിങ്ങളെ സഹായിച്ച കുറച്ച് വ്യക്തികളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കും. നിങ്ങളെ സഹായിച്ച കുറച്ച് വ്യക്തികളുണ്ടാവും. നിങ്ങളെ ഫോൺ വിളിച്ചവര്, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചപ്പോൾ നിങ്ങളെ കൂടെ വന്നവര്, എന്തെങ്കിലുമായിട്ട് ഹെൽപ്പ് ചെയ്തിരിക്കുന്ന, നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്തു തന്നവര്, നിങ്ങളെ ബസ്സിൽ അല്ലെങ്കിൽ കാറിൽ ഡ്രോപ്പ് ചെയ്ത് തന്ന ആളുകൾ, നിങ്ങളെ വണ്ടി പഞ്ചറായപ്പം പഞ്ചർ അടച്ചു തന്ന ആളുകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇന്നലെ നിങ്ങൾ ഫോൺ ഇങ്ങോട്ട് വിളിച്ചവര്, നിങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ എടുത്തവര്, ആരെങ്കിലുമൊക്കെ 5 പേരുണ്ടാവും. അവരോടൊന്ന് നന്ദി പറഞ്ഞു നോക്കിയേ. ചുമ്മാ നന്ദി പറഞ്ഞു നോക്കാം. ഓക്കെ. എന്നിട്ട് ആരെങ്കിലും ഒരാള് നിങ്ങളുടെ ഫീലിങ്സ് ഒന്ന് ഷെയർ ചെയ്തേ. എന്നിട്ട് 2 കാര്യങ്ങളോട് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് വായിക്കട്ടെ. ഒരു സന്തോഷം തോന്നി സാർ. സന്തോഷം തോന്നും. ഓക്കെ.
നമ്മുടെ മൂഡിനെ നമുക്ക് പോസിറ്റീവായിട്ടാണ് അപ്പോൾ ഫീൽ ചെയ്യുന്നത്, നെഗറ്റീവായിട്ടാണോ ഈ കാര്യങ്ങൾ ചെയ്ത സമയത്ത്? പോസിറ്റീവായിട്ട്. പോസിറ്റീവായിട്ട്. നമ്മുടെ ലൈഫിൽ ഏത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, നിങ്ങൾ എത്ര ഡൗൺ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്ന ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. ഇനി പുസ്തകമൊന്നുമില്ല, അങ്ങനെയാണെങ്കിലും നിങ്ങളൊരു 3 തവണ ബ്രീത്ത് ഇൻ ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ആ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ അതേപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക. എനിക്ക് ശ്വസിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇനി എന്താ വേണ്ടത്? നത്തിങ്. എന്താണ്? ഈ ഒരു മൊമെന്റിലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ജീവിച്ചിരിക്കുന്നുണ്ട്. ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ്. ഈ ഒരു മൊമെന്റിലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ജീവിച്ചിരിക്കുന്നുണ്ട്. ദാറ്റ്സ് ഇനഫ്. അതന്നെ മതി. സന്തോഷിക്കാൻ ഇനി അതിലേറെ കാര്യമൊന്നും വേണ്ട. സന്തോഷിക്കാൻ അതിലേറെ കാര്യമൊന്നും വേണ്ട. എന്താണ്? ഈ ഒരു മൊമെന്റിലും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ ഒരൊറ്റ ചിന്ത മതി നമുക്ക് ഏതൊരു കാര്യത്തിനും ശരിക്കാണെങ്കിൽ റിക്കവർ ചെയ്യാൻ. എന്നിട്ട് ഈ ഒരു ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ലൈഫിൽ 10 അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കുക. എന്നിട്ട് നിങ്ങൾ പറയാം, ഐ ആം ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്, അല്ലെങ്കിൽ ഐ ആം ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് വുമൺ ഇൻ ദ വേൾഡ്. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായത്. നിങ്ങൾ പ്രോഗ്രാം ചെയ്യുക നിങ്ങളുടെ മൈൻഡ് ഡെലിബറേറ്റ്ലി. നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ സന്തോഷത്തോടു കൂടെ ഇങ്ങനെ പറയാം, ഞാനാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തി. ഞാനാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തി. ഇതന്നെ നിങ്ങൾ ഡെലിബറേറ്റ്ലി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവുകയും അതിനനുസരിച്ച് നിങ്ങൾ അതിന്റെ തോട്ടിലേക്ക് വരികയും ചെയ്യും. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് എന്ത് ചെയ്യും? ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവ് ഇമോഷൻസിനെ റെഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾ ഫ്രസ്ട്രേഷൻസ്, റിഗ്രറ്റ്സ് ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഹാപ്പി ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് കൂടും. നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഹെൽത്തിയർ ആയിട്ടുള്ള ഹാബിറ്റ്സുകളൊക്കെ കൂടും. ഓട്ടോമാറ്റിക്കലി നമ്മളെ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും? റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബെറ്റർ ആവും. റെസിലിയൻസ് കൂടും. ഈ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ തന്നെ ചെയ്താൽ മതി. ഏത്? സിമ്പിളി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. രാവിലെ എണീക്കുന്ന സമയത്ത്, ഇതേപോലെ കിടക്കാൻ പോകുന്ന സമയത്തൊക്കെ നമ്മുടെ ലൈഫിലെ കുറച്ച് അനുഗ്രഹങ്ങൾക്ക് പറയാം. ഇന്നലത്തെ ദിവസത്തിലേക്കൊന്ന് പോയി നോക്കുക. എന്നിട്ട് ആ ഇന്നലത്തെ ദിവസം നമ്മളെ സഹായിച്ച ആളുകൾ, അവിടെ നമ്മുടെ അച്ഛൻ, അമ്മ, നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ഒരുപാട് പേരുകൾ വരും. 3 രീതിയിൽ നിങ്ങൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാൻ നോക്കുക. 1, യൂണിവേഴ്സിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. 2, നിങ്ങളെ ഹെൽപ്പ് ചെയ്ത ആളുകളുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്ത ആളുകളുണ്ടാവും. 3ാമത്തെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ്. ദ മോസ്റ്റ് പവർഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടിയതായിട്ട് പറഞ്ഞിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തുക. ഫോർ എക്സാമ്പിൾ, ഞാനൊരു വീട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച വീട് എനിക്ക് ലഭിച്ചതിനും ആ വീട്ടിൽ ഞാൻ സന്തോഷത്തോട് കൂടിയിട്ട് എൻ്റെ കുടുംബത്തോടൊപ്പം ഒരുപാട് വർഷങ്ങൾ ജീവിച്ചതിന് നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാം? ഫാസ്റ്റ് ആക്കിയിട്ട് എഴുതാം. ലഭിക്കാൻ പോകുന്നതിന് നന്ദിയല്ല, ലഭിച്ചതിന് നന്ദി എന്ന രീതിയിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതോടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിലും ബാക്കിയുള്ള കാര്യങ്ങളും മാത്രം പോരാ. നമ്മുടെ വീടുകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മളൊരു സ്ഥലത്ത് യാത്ര പോകുമ്പോൾ മാക്സിമം ആളുകളോട് നമ്മൾ പൊളൈറ്റ് ആയിട്ടിരിക്കാനും അവിടെയും ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്താനും ശ്രമിക്കും. ഒരാളോട് കാര്യങ്ങൾ ചെയ്തിരുന്നത് താങ്ക് യു കേട്ടോ, ഒരു വെള്ളം കൊണ്ട് താങ്ക് യു, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് താങ്ക് യു. എത്ര താങ്ക് യു നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ അത്രയും നിങ്ങളുടെ ലൈഫ് ബ്ലെസ്സിങ്സും അതേപോലെ തന്നെ നിങ്ങൾ കൂടുതൽ ഹാപ്പിയറും ആയിരിക്കും. എത്ര ഒരു ദിവസം നിങ്ങൾ മനഃപൂർവ്വം 50 താങ്ക് യു എന്ന് ഞാൻ പറയാൻ തീരുമാനിച്ചു നോക്കും. എന്നൊരു 50 പേരോട് ഞാൻ താങ്ക് യു പറയും. 50 പേരോട് താങ്ക് യു പറയില്ലെങ്കിൽ 50 താങ്ക് യു പറയാൻ തീരുമാനിക്കാം. ഒരു പക്ഷേ 50 താങ്ക് യു ചിലപ്പോൾ നമ്മുടെ വൈഫിനോട് മാത്രം പറയാൻ സാധിക്കും. കാരണം അവർ അത്രയും നമ്മളെ കെയർ ചെയ്യുന്നുണ്ടാവും ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സുകൾ, എന്തൊരു കാര്യങ്ങൾക്കും ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇന്റേണലി നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യണം? കണക്റ്റഡ് ആണ്. ഇവിടെ എഴുതുമ്പോൾ മാത്രമല്ല, എല്ലായിടത്തും നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തിയായിട്ട് മാറണം. നമ്മുടെ ലൈഫിൽ ഒരു ഹാബിറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കൊണ്ടുവരിക. സോ അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുവരാനും ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാനും നിങ്ങൾ ആഗ്രഹിച്ച ലൈഫിലേക്ക് എത്താനും നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഈ ലൈഫിൽ വിളിച്ചുണർത്താനും നിങ്ങളെ ലൈഫിൽ മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങളെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് എത്തിക്കാനും വേറൊരാളും വരില്ല. യു ആർ അലോൺ. നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ്. അവിടെ നിങ്ങൾ ഉണർത്താനും വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക.
എനിക്ക് ആരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാനുണ്ട് തന്നെ പറയാം. എനിക്ക് ആരുണ്ട്? എനിക്ക് ഞാനുണ്ട്. ദാറ്റ്സ് ഇനഫ്. നിങ്ങൾക്ക് നിങ്ങളുണ്ട് എന്നുള്ളത് ചെയ്യുന്ന പറഞ്ഞാൽ മറ്റുള്ള കൂട്ടുകാരോ കാര്യങ്ങളോ വേണ്ടെന്നല്ല. ഏതൊരു സമയത്തും നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിങ്ങളെ തന്നെ മേക്ക് ചെയ്തെടുക്കുക. നിങ്ങളോട് തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ ചിന്തകൾ ഡൗൺ ആകുമ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യാൻ പഠിക്കുക. എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കുറച്ച് സമയമൊക്കെ നമ്മൾ മനുഷ്യന്മാരാണ് 24/7 പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഇറ്റ്സ് നോട്ട് പോസിബിൾ. നമ്മൾ ഡൗൺ ആവും. പക്ഷെ അത് കുറച്ച് ടൈമിലേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ആ ഒരു ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന റൂട്ട് നമ്മൾ എന്ത് ചെയ്യും? തെറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് കറക്റ്റ് റൂട്ടിലേക്ക് വരാനും എപ്പോഴൊക്കെ നിങ്ങൾ ഡൗൺ ആകുമ്പോൾ നിങ്ങളുടെ ലൈഫിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കും, ബ്ലെസ്സിങ്സിനെ കുറിച്ച് ആലോചിക്കും, ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മുന്നോട്ട് പോയിട്ട് നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ. താങ്ക് യു. Thank you, sir. Thank you. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷനെ കുറിച്ചിട്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനുള്ള ഒരു സമയമാണ്. സോ പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവരെ അൺമ്യൂട്ട്